പ്രൊഫസർ വർഗീസ് ജോർജ്, ജയ് വികസിത കേരളം എന്ന മുദ്രാവാക്യം ആണ് എൻ ഡി എ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് മോദി ഗ്യാരണ്ടി കൊടുത്തിരിക്കുകയാണ്. അതായത് ഇവിടെ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നാൽ കേരളം വികസിക്കും, മാത്രമല്ല ലോകം കേരളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. അതിനിടെ 10,000-ൽ പരം കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത സമയത്ത് സർക്കാർ അതിൻ്റെ ഭാഗമാവാതിരുന്നത്, ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് അതൊരു അഭംഗിയല്ലേ? അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും നമ്പ്യാർ സാർ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും സെൻട്രൽ സ്റ്റേറ്റ് കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധങ്ങൾ ഒന്ന് റീഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എത്ര കേന്ദ്ര സെക്ടർ മൂലധന നിക്ഷേപം കേരളത്തിൽ വന്നാലും അത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. പക്ഷെ അത് ഈ രീതിയിലാണോ വേണ്ടതെന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. നമ്മുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായിട്ടാണ് ഇത് പലപ്പോഴും ബന്ധപ്പെടുന്നത്. ഓരോ തിരഞ്ഞെടുപ്പ് വേളയിലും നമ്മുടെ പ്രധാനമന്ത്രിമാർ കേരളത്തിൽ മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ പോയി വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കും. അതിനൊക്കെ ബഡ്ജറ്ററി അലോക്കേഷൻ ഉണ്ടോ എന്ന് തന്നെ നിശ്ചയമില്ല. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതൊക്കെ പതുക്കെ വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനേക്കാൾ കുറെ കൂടി ഉത്തമമായി നമുക്ക് ചെയ്യാൻ കഴിയുകയില്ലേ? കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് ആലോചിച്ചിട്ട്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വലിയ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹണവും ഒക്കെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകുന്നതല്ലേ ഉചിതം? പ്രത്യേകിച്ച് ഇന്നത്തെ പരിപാടികളുടെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളൊന്നും, പ്രത്യേകിച്ച് 2 ഹൈവേകളുടെ 2 റീച്ചുകളുടെ കാര്യമൊന്നും മുൻകൂട്ടി അനൗൺസ് ചെയ്തിരുന്നില്ലെന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഈ പ്രൊജക്റ്റുകളുടെ ഒരു അനൗൺസ്മെൻറ്റ് നടന്നിരുന്നില്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ BJPയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അതിന് മുന്നോടിയായിട്ട് ഈ ഹ്യൂജ് പ്രൊജക്ട്സ് അനൗൺസ് ചെയ്തത് പൊളിറ്റിക്കലായിട്ട് ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴി തെളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും 2 ഹൈവേകളുടെ 2 റീച്ചുകൾ ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കുറേ കൂടെ ഒരു സഹകരണത്തിലാകാമായിരുന്നു. കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും ഇതിനകത്ത് പല കാര്യങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. സ്ഥലം എടുത്തു കൊടുത്തത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റും കൊടുക്കാത്ത രീതിയിലുള്ള സ്ഥലമുടമകൾക്ക് പ്രതിഫലവും കൊടുത്തു. സ്ഥലം ഉണ്ടെങ്കിലല്ലേ റോഡ് ഉണ്ടാകത്തുള്ളൂ. തീർച്ചയായിട്ടും റോഡ് പണിത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അതുകൊണ്ട് സ്ഥലം എടുത്തു കൊടുത്തതും അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തതും എല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റും, പണി നടത്തിയത് കേന്ദ്ര ഗവൺമെൻറ് ആകുമ്പോൾ അങ്ങേയറ്റം പൂർണ്ണ സഹകരണത്തോടുകൂടി വേണമായിരുന്നു ചെയ്യാൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. നേരത്തെ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് പൂർണ്ണമായി യോജിച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂടിൻ്റെ പശ്ചാത്തലത്തിൽ BJP സ്നേഹിതന്മാർ അദ്ദേഹത്തിന് കൊടുത്തൊരു ഉപദേശം അല്പം തെറ്റായി പോയില്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല സാറേ, മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് പ്രതിഷേധിക്കാമായിരുന്നു. ഇതിൽ അദ്ദേഹത്തിൻ്റെ മരുമകനായ പൊതുമരാമത്ത് മന്ത്രിയെ മാറ്റി നിർത്തിയതിന് ഇത്രത്തോളം അലോസരം വേണോ? മരുമകൻ എന്നുള്ള ഒരു കാറ്റഗറി ഇപ്പൊ അവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിലാണ്. ഇത് പൊതുമരാമത്താണല്ലോ. ഉപരിതല ഗതാഗതം പോലെ തന്നെ കേന്ദ്രത്തിന് ഉപരിതല ഗതാഗതം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേറ്റിന് PWD എന്ന് പറയുന്നത്. അതുകൊണ്ട് PWD മിനിസ്റ്ററെ കൂടെ ക്ഷണിച്ചിരുന്നെങ്കിൽ, അവരെ കാര്യങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിനെ കൂടെ അറിയിച്ച് ചെയ്തിരുന്നെങ്കിൽ വളരെ ഭംഗിയായിരുന്നേനെ. അതുകൊണ്ട് അനാവശ്യമായൊരു വിവാദം BJP സൃഷ്ടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേരളത്തിലെ LDFൻ്റെ ഒരു ക്യാമ്പയിന് കുറച്ചുകൂടെ ശക്തിപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സെൻറ്ററിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ കേരളത്തിൽ വരേണ്ടത് ആവശ്യമാണ്. ഇന്ത്യയിലെ ഇപ്പോൾ മാത്രമല്ല, കോൺഗ്രസ് ഗവൺമെൻറ് കാലത്ത്, കഴിഞ്ഞ കോൺഗ്രസ് ഭരിച്ച 6 ദശാബ്ദക്കാലം സെൻട്രൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കേരളം വളരെ കുറവായിരുന്നു. പ്രത്യേകിച്ചും അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ കൂടുതൽ കേന്ദ്ര മൂലധന നിക്ഷേപം ആവശ്യമുണ്ട്. BJP ഗവൺമെന്റ് വന്നപ്പോഴും അത്ര ശക്തമായൊരു കേന്ദ്ര മൂലധന നിക്ഷേപം വരുന്നില്ല. സാർ, ഒരു കാര്യം സാറ് രാഷ്ട്രീയം മാറ്റി വെക്കണം, എന്നിട്ട് പറയണം. അതെ, ഈ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ശേഷം
ആ കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നോക്കൂ, നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് സഞ്ചരിക്കുന്നു, മലബാറിലേക്ക്. ഇപ്പോൾ എൻ്റെ അതെ പ്രദേശമായ മലബാറിലേക്ക് സഞ്ചരിക്കുന്നു. അതെ റോഡിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ അനുഭവവേദ്യമാണ്. നമുക്കറിയാം, ഒരു കാലത്ത് കേരളത്തിൽ നിന്ന് 7 മന്ത്രിമാർ UPA സർക്കാരിലുണ്ടായിരുന്നു അല്ലേ? അന്നൊന്നും കൊണ്ടുവരാത്ത മാറ്റങ്ങൾ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ വന്നപ്പോൾ കൊണ്ടുവന്നില്ലേ? ആ ഇച്ഛാശക്തി, കേരളത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം, ആ പ്രതിബദ്ധത, കേരളത്തിലേക്ക് ലോകം എത്തണമെന്നാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു ഭാഗത്ത് കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറയുന്നു, കേരളത്തെ മാറ്റി നിർത്തുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ കേരളത്തിന് ഇത്രത്തോളം അതിൻ്റെ വികസന ഭൂപടത്തിൽ തന്നെ കേരളം അടയാളപ്പെടുത്തിയിരിക്കുന്ന, അങ്ങനെ ചെയ്ത ഒരു ആരാധ്യനായ പ്രധാനമന്ത്രിയെ ഇങ്ങനെ കുറ്റം പറയുന്നത് ശരിയാണോ? ഇപ്പം നോക്കൂ, ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളവുമൊക്കെ, അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളൊക്കെ കൈകോർത്ത് പോകണം, ഒരുമിച്ച് പോകണം, എല്ലാം ശരിയാണ്. അതിൽ രാഷ്ട്രീയം പാടില്ല, ഒരിക്കലും രാഷ്ട്രീയം പാടില്ല. ഇപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാലോ, വികസന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള അനാവശ്യ വിവാദങ്ങൾ വേണമോ എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഒരു മന്ത്രിയെ ക്ഷണിച്ചില്ല എന്നതിൻ്റെ പേരിൽ സമാന്തരമായിട്ട് മറ്റ് ഉദ്ഘാടന പരിപാടികൾ നടത്തുന്നത് ഒക്കെ ശരിയാണോ? ആശാസ്യമാണോ? കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, അദ്ദേഹം അകമഴിഞ്ഞ് സംഭാവന ചെയ്തിട്ടുണ്ട്. വലിയ സൗഹൃദത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി. ഇവിടെ ക്ലിഫ് ഹൗസിൽ പോയി ഉച്ചഭക്ഷണം പോലും കഴിച്ചതല്ലേ. അപ്പോൾ നിർലോഭം സഹായിച്ചിട്ടുണ്ട് ഈ പ്രത്യേകിച്ച് നമ്മുടെ ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കണം കേട്ടോ, ഈ സ്ഥലമേറ്റെടുപ്പ് സമയത്ത് പ്രതിഷേധവുമായിട്ട് കൊടിപിടിച്ചൊക്കെ ഇറങ്ങിയ ആളുകളാണ് LDFകാർ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല, പ്രത്യേകിച്ച് CPM അല്ലേ, നമുക്കറിയാലോ. നമ്പ്യാർ സാർ, അത് രാജ്യത്ത് മൊത്തത്തിലുണ്ടായ ഒരു വളർച്ചയുടെ പാവം കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, UPA ഗവൺമെന്റ് കാലത്ത്, കോൺഗ്രസ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇവിടെ സെൻട്രൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവായിരുന്നു. 5000 10,000 പേര് ജോലി ചെയ്യുന്നൊരു ഫാക്ടറി ഒന്നും കേരളത്തിലില്ല. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റം. ഇപ്പോൾ തന്നെ നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ്? കഴിഞ്ഞ വർഷം മിസസ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് എന്ന് പറയുന്നത് 58 ലക്ഷം കോടിയാണ് രൂപയാണ്. അത്രയൊന്നും കഴിഞ്ഞ കാലങ്ങളിൽ ബഡ്ജറ്റ് ഇല്ലല്ലോ. അതിനനുസരിച്ച് ആനുപാതികമായ വികസനം നമ്മുടെ സ്റ്റേറ്റിനും വരുമായിരുന്നു. പക്ഷേ നമ്പ്യാർ സാർ പറഞ്ഞ പോലെ ഈ പറയുന്ന അതിശയപരമായ ഒരു സെൻട്രൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. ഇപ്പൊ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകൾക്ക് കൊടുത്തതിൽ എത്ര കുറവാണ് കേരളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി. ഇവിടുത്തെ റെയിൽവേ 10,000 കോടി രൂപയുടെ പദ്ധതികളാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. അത് സാറേ ഇലക്ഷന്റെ ഈവിലല്ലേ, ബഡ്ജറ്റിൽ വെച്ച് ഇതിനു മുമ്പ് സഹായിച്ചിട്ടില്ലേ വർഗീസ് ജോർജ്? അല്ല നമ്പ്യാർ സാറേ, ഇപ്പം ബഡ്ജറ്റ് ഏറ്റവും ഒടുവിലത്തെ സെൻട്രൽ ബഡ്ജറ്റ് നോക്കിയാൽ ഒരു റെയിൽവേ വികസനമില്ല, ഒരു മെഡിക്കൽ രംഗത്തെ എയിംസ് ഇല്ല, അതുപോലെയുള്ള സെൻട്രൽ ഒരൊറ്റ ഫാക്ടറി ഇല്ല, പുതുതായിട്ടുള്ള നിക്ഷേപങ്ങളില്ല, ഒന്നുമില്ലായിരുന്നു. അപ്പൊ നമ്പ്യാർ സാർ പറഞ്ഞതിനോട് ഞാൻ എല്ലാം കേന്ദ്രത്തെ ആശ്രയിച്ച് മതിയോ? കേരളത്തിലൊരു സർക്കാർ എവിടെയാ നമ്മുടെ വരുമാനം വരുന്നത്? എവിടെയാ? മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് വരുമാനമുണ്ടാക്കാൻ ഒന്നും കണ്ടെത്താനാവുന്നില്ല? ആ വരുമാന സ്രോതസ്സുകൾ കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ കേരളം ചെറിയൊരിടമാണ്, ചെറിയൊരു സംസ്ഥാനമാണ്. ഇവിടെ വ്യാവസായിക വികസനത്തിന് വേണ്ടി കേരള സർക്കാർ എന്തുകൊണ്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തത്? ഇപ്പം കേന്ദ്രം പദ്ധതികൾ കൊണ്ടുവന്നില്ല എന്നുള്ള പരിദേവനം അവസാനിപ്പിച്ച് എന്തുകൊണ്ട് സ്വന്തം നിലയ്ക്ക് കേരളത്തെ വികസിപ്പിക്കാൻ തയ്യാറാവുന്നില്ല? ഇപ്പം കിഫ്ബി പറഞ്ഞ് വലിയ വികസന പരിപാടികളൊക്കെയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതുപോലെ കേരളം മുൻകൈയെടുത്ത് ചെയ്യട്ടെ. മദ്യത്തിനും ലോട്ടറിക്കും മാത്രമാണ് ഇപ്പോൾ വരുമാനം എന്നുള്ളത് ശരിയാണ്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നേരത്തെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് സ്റ്റേറ്റുകൾക്ക് നികുതി പിരിവിന് അവകാശം ഉണ്ടായിരുന്നു. നമുക്ക് സെയിൽസ് ടാക്സ് ഉണ്ടായിരുന്നു, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഉണ്ടായിരുന്നു, പ്രൊഫഷണൽ ടാക്സ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റുകൾക്ക് അവകാശം ഉണ്ടായിരുന്നു നികുതി പിരിക്കാൻ. പക്ഷേ ഇപ്പോൾ GST വന്നതിൽ പിന്നെ
ഏറ്റവും വലിയ ഒരു ഫണ്ടമെന്റൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകൾക്ക് നികുതി പിരിക്കാൻ അവകാശമില്ല. ആ നികുതികൾ മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് പിരിക്കുകയാണ്. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിൽ ലക്ഷക്കണക്കിന് കോടികൾ വന്ന് കുമിയുകയാണ്. അല്ല സാർ, മറ്റ് അപ്പോഴാണ് സംസ്ഥാനങ്ങൾക്കൊന്നും ഈ പരാതി ഇല്ലല്ലോ. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതൊക്കെ ബാധകമല്ലേ? എത്ര സംസ്ഥാനങ്ങൾക്ക് പരാതിയുണ്ട്? യൂണിയൻ ഫൈനാൻസ് കമ്മീഷന് മുമ്പിൽ ഇന്ത്യയിലെ 28 സ്റ്റേറ്റിൽ 24 സ്റ്റേറ്റും കടക്കണിയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ കേന്ദ്രമാണ് മുഴുവൻ നികുതി പിരിക്കുന്നത്. സ്റ്റേറ്റുകൾ പറഞ്ഞു ചെലവ് മുഴുവൻ നടത്തുന്നത് ഞങ്ങളല്ലേ. എഡ്യൂക്കേഷൻ സ്റ്റേറ്റ്, ആരോഗ്യം സ്റ്റേറ്റ്, റോഡുകൾ സ്റ്റേറ്റ്, പെൻഷൻ സ്റ്റേറ്റ്, വരുമാനമെല്ലാം കേന്ദ്രത്തിനും ചെലവല്ല സ്റ്റേറ്റിനും. അപ്പോൾ സ്റ്റേറ്റുകൾ പറഞ്ഞു, BJP സ്റ്റേറ്റുകൾ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ പറഞ്ഞു, ഒരു പകുതിയെങ്കിലും പിരിക്കുന്നതിൻ്റെ പകുതിയെങ്കിലും 50% ഉണ്ടെങ്കിൽ തരണമെന്ന് പറഞ്ഞു. ഇപ്പോഴും നമുക്ക് തരുന്ന ഒരു 30, ദിസ് ഈസ് ഓവറിങ് ബിറ്റ്വീൻ 30 to 31% മാത്രമേ സ്റ്റേറ്റുകൾക്ക് തരുന്നുള്ളൂ. അതുകൊണ്ട് നമ്പ്യാർ സാർ ചോദിച്ചില്ല എന്തുകൊണ്ട് നിക്ഷേപം നടത്തുന്നുള്ളത്. എവിടുന്ന് നിക്ഷേപം നടത്തും? 1 രൂപ സ്റ്റേറ്റുകളുടെ കയ്യിലില്ല. പിന്നെ കേരളത്തിൽ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരു പുതിയ ഇമാജിനേഷൻ ഉണ്ടായി. അതാണ് കിഫ്ബി എന്ന് പറയുന്ന ഇമാജിനേഷൻ. നമുക്ക് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ശതമാനം കിട്ടും. അതുപോലെ തന്നെ ഒരു കാറ് പുതുതായിട്ട് മേടിക്കുമ്പോൾ 15 വർഷത്തേക്കുള്ള ടാക്സ് കിട്ടും. ആ 2 കാര്യവും നിങ്ങൾ തുടരുത്, ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി തുടരുതെന്ന് പറഞ്ഞു. അങ്ങനെ അത് മാറ്റിവെച്ച് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചാണ് കിഫ്ബിയുടെ മൂലധനം എന്ന് പറയുന്നത്. പക്ഷെ എന്നിട്ട് നമുക്കൊരു 3000-4000 കോടി രൂപ അതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് മറ്റും വായ്പ എടുത്തിട്ട്, ലോങ് ടേം പ്രൊജക്റ്റാണ്, അതുകൊണ്ട് ലോങ് ടേം വായ്പ എടുത്തിട്ട് നമ്മൾ ഇത് കിഫ്ബിയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് നമ്പ്യാർ സാറ് ചോദിച്ചതിനോട് എൻ്റെ റെസ്പോൺസ് ഇതാണ്, സ്റ്റേറ്റുകളെ ഈ ഞെരുക്കിയതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കാത്തത്.